ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 5 ആഴ്ചകളായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള 6-ാം അധ്യായത്തിൽ നിന്ന് ഈശോയുടെ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ആയിരിക്കുന്ന വർഷം 2-ലെ വർഷം ബിയിലെ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് തിരികെ വരികയാണ്. ഈ ആഴ്ച മുതൽ നമ്മൾ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗങ്ങളായിരിക്കും ദിവ്യബലി മധ്യേ വായിച്ച് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയും 14, 15 വാക്യങ്ങളും 21 മുതൽ 23 വരെയുമുള്ള വാക്യങ്ങളാണ്. യഹൂദ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകൾക്ക് യേശു കൊടുക്കുന്ന മറുപടിയുമാണ്, അതിനുള്ളൊരു വിശദീകരണവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. യഹൂദ പാരമ്പര്യങ്ങളെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാഴ്ചപ്പാടിൽ മനുഷ്യൻ എന്തു വില കൊടുത്തും പാലിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് അവർ കരുതിയിരുന്നത്. ഒരുപക്ഷെ മനുഷ്യനേക്കാൾ കൂടുതൽ മഹത്വം അല്ലെങ്കിൽ മൂല്യം ഈ പാരമ്പര്യങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ യഹൂദ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈശോ അവരെ നേരിടുന്നത് യെശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിപ്രകാരമാണ്: കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഈശോയുടെ വാക്കുകൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഈശോയുടെ വാക്കുകൾ എടുത്ത് അനവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ടും ദുരുപയോഗിച്ചുകൊണ്ടും സഭയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും ദൈവികമായ പാരമ്പര്യങ്ങളെയും വിമർശിക്കുവാനും നിഷേധിക്കുവാനും പലപ്പോഴും ഈ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സുവിശേഷ ഭാഗത്തും പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള മറ്റ് സുവിശേഷ ദൈവവചന ഭാഗങ്ങളിലും എന്താണ് യേശുവിൻ്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്കിവിടെ ശ്രമിക്കാം. ഇസ്യാസ് പ്രവാചകൻ്റെ വാക്കുകളിൽ 2 വ്യത്യസ്ത കാര്യങ്ങൾ ഇസയാസ് പ്രവാചകൻ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, മനുഷ്യരുടെ പ്രമാണങ്ങൾ. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളുടെ പിന്നാലെ പോവുക. അതാണ് ഇസയാസ് പ്രവാചകൻ വിമർശിക്കുന്ന ഒരു കാര്യം. സുവിശേഷത്തിൽ നാം കാണുക, ഫരിസേയരും നിയമജ്ഞരും ഈ 2 വ്യത്യസ്ത കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നതായിട്ടും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ യഹൂദർക്കിടയിൽ സുവിശേഷത്തിൽ നാം കാണുന്ന ഈ പാരമ്പര്യങ്ങൾ ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? ഏകദേശം BC 5-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടിൽ നിയമജ്ഞരാണ് ആദ്യം മോശയുടെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനോടൊപ്പം അവരുടേതായിട്ടുള്ള ചില വാമൊഴിയായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പാരമ്പര്യങ്ങളായി അതിനോട് ചേർത്തു. പിന്നീട് ഫരിസേയർ വന്നിട്ട് ഈ പുതിയ വ്യാഖ്യാനങ്ങൾ അവർ സ്വയമായിട്ട് പാലിക്കുവാനും മറ്റുള്ളവർ അത് പാലിക്കണമെന്ന് നിഷ്കർഷിക്കുവാനും തുടങ്ങി. അപ്പോൾ മോശയുടെ കൽപ്പനകളുടെ എല്ലാം ലക്ഷ്യം, മോശ വഴി ദൈവം അവർക്ക് നൽകിയ കൽപ്പനകളുടെ എല്ലാം ലക്ഷ്യം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നത് പോലെ, നിങ്ങൾ എനിക്ക്
പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കൽപ്പനകളൊക്കെ നൽകുക എന്നാണ്. എന്നാൽ മോശയുടെ നിയമമനുസരിച്ച് കൈകൾ ശുദ്ധിയാക്കുക എന്നുള്ളത് പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട, അവരുടെ പൗരോഹിത്യ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അതിനു മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നിയമമാണ് മോശയുടേത്. മോശ അത്ര മാത്രമേ പറയുന്നുള്ളൂ. പുരോഹിതന്മാർ കൈകൾ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് മോശ പറയുന്ന നിയമം. പക്ഷേ ഈ ഫരിസേയരാകട്ടെ, ഈ നിയമത്തിനാകട്ടെ, അവരെന്ത് ചെയ്തു? അവർ ഈ ഒരു വാക്യത്തെ മുറുകി പിടിച്ചു. അതായത്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ഗണവുമായിരിക്കും. അപ്പോൾ ഇസ്രായേൽ മുഴുവൻ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കണമെങ്കിൽ പുരോഹിതന്മാരെ പോലെ തന്നെ നമ്മളും കൈകൾ ശുദ്ധീകരിക്കണമെന്ന് ഇവർ വ്യാഖ്യാനിക്കുവാനും അത് പാലിക്കുവാനും മറ്റുള്ളവർ അത് പാലിക്കണമെന്ന് നിഷ്കർഷിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ഈശോയുടെ ശിഷ്യന്മാർ കൈകൾ ശുദ്ധിയാക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഫരിസേയർ അതിനെ വിമർശിക്കുകയും ഈശോ അതിന് യെശയ്യാ പ്രവാചകൻ്റെ ഈ മറുപടി പറയുകയും ചെയ്യുന്നത്. കത്തോലിക്ക സഭയിലും ചില പാരമ്പര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ചില പാരമ്പര്യങ്ങളുടെ ഉത്ഭവം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട ഉത്ഭവങ്ങളാണ് നമ്മുടെ പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കുമുള്ളത്. ഒന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനമായിട്ടുള്ള പാരമ്പര്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഈശോ ചെയ്തതായി കാണുന്ന, അപ്പോസ്തലന്മാർ ചെയ്തതായി കാണുന്ന, നമ്മൾ ചെയ്യണമെന്ന് ഈശോ നമ്മളോട് നിഷ്കർഷിക്കുന്നതായി കാണുന്ന പാരമ്പര്യങ്ങൾ. പിന്നീട് രണ്ടാമത്തേത് അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ. അതായത് അപ്പസ്തോലിക കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പസ്തലന്മാർ പ്രാവർത്തികമാക്കിയത് എന്നുള്ളതാണ് അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ. മൂന്നാമത്തേത് സഭയുടെ പ്രബോധന പാരമ്പര്യങ്ങൾ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെയും പ്രാവർത്തികമാക്കൽ നമ്മുടെ ആനുകാലിക ലോകത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് സഭ നമ്മളോട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും അപ്പോസ്തലന്മാരുടെ പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നതാണ് പ്രബോധന പാരമ്പര്യങ്ങൾ. സഭയുടെ മജിസ്തേരിയം, സഭയുടെ ടീച്ചിങ്, സഭയുടെ നമ്മളോട് പറയുന്ന പ്രബോധനങ്ങൾ. ഈ 3 പാരമ്പര്യങ്ങളാണ് സഭയിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മളിന്ന് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. ഈ പ്രോഗ്രസീവ് എന്ന് കാണുമ്പോൾ എപ്പോഴും പരമ്പരാഗതമായത്, പാരമ്പര്യങ്ങൾ എന്ന് കാണുന്നതിനെ എല്ലാം നിഷേധിക്കുവാനുള്ള ഒരു മനോഭാവം വച്ചു പുലർത്തുന്നവരാണ് ഈ പ്രോഗ്രസീവ് എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നവർ ചെയ്യുക. എന്നാൽ ഈശോയുടെയും ദൈവവചനത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും മനോഭാവം എന്തായിരുന്നു യഥാർത്ഥത്തിൽ? യേശു ഒരിക്കലും എല്ലാ പാരമ്പര്യങ്ങളെയും നിഷേധിക്കണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈശോ യഹൂദരുടെ പാരമ്പര്യങ്ങൾ അനുസരിക്കുന്നതും അത് അനുസരിക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ യേശു നിഷേധിച്ചത് എന്താണ്? യേശു നിഷേധിച്ചത് തെറ്റായ പാരമ്പര്യങ്ങളെയാണ് യേശു നിഷേധിച്ചത്. അതായത് ദൈവിക സത്യങ്ങളെ നിഷേധിക്കുന്ന പാരമ്പര്യങ്ങൾ, അത് അനുവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ പറയുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ഈശോ നിഷേധിച്ച പാരമ്പര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് സുവിശേഷം വായിക്കുമ്പോൾ ഈശോ ആ ഒരു സന്ദർഭം തൻ്റെ ടീച്ചിങ്സിനുള്ള, തൻ്റെ പ്രബോധനത്തിനുള്ള ഒരു അവസരമാക്കി ഈശോ മാറ്റുകയാണ്. എന്നിട്ട് ഈശോ എന്താണ് അവരോട് പറയുന്നത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈശോ അവരോട് പറയുകയാണ്. ഒന്നാമത്തേത്, മനുഷ്യൻ്റെ പ്രമാണങ്ങൾ വിശ്വാസ സത്യങ്ങളായി സ്വീകരിക്കരുത്. മനുഷ്യൻ്റെ പ്രമാണങ്ങൾ, ഡോഗ്മ, വിശ്വാസ സത്യങ്ങളായി കണക്കാക്കരുത്. രണ്ടാമത്തേത്, ആന്തരികമായ വിശുദ്ധി ഇല്ലാതെ ബാഹ്യമായി ചെയ്യുന്നവയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്താൽ അതിനെയാണ് ഹിപ്പോക്രസി, കപടനാട്യം എന്ന് പറയുക. ആന്തരികമായിട്ട് വിശുദ്ധിയില്ലാതെ, അല്ലെങ്കിൽ ആന്തരികമായ വിശുദ്ധിയെ ലക്ഷ്യം വയ്ക്കാതെ ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം നമ്മൾ മുഴുകിയാൽ അത് ഹിപ്പോക്രസിയാണ്, അത് കപടനാട്യമാണ്. അതിന് മറിച്ചൊരു വശം കൂടെയുണ്ട്.
ഈ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ആചാരങ്ങളും പ്രകടനങ്ങളും നമ്മെ ആന്തരികമായ വിശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പാലിക്കുക തന്നെ വേണം. മറ്റു വാക്കുകളിൽ, ആന്തരികമായ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആചാരങ്ങളെ പാലിക്കുക തന്നെ വേണം എന്നാണ് ഈശോ പറയുക. നോക്കുക, നമ്മുടെ സഭയിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും നമ്മെ ആന്തരികമായ വിശുദ്ധിയിലേക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കും നമ്മെ നയിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നമ്മളെ അത് നയിക്കുന്നില്ല എങ്കിൽ അത് ആന്തരികമായ വിശുദ്ധിയിലേക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കും നമ്മെ നയിക്കേണ്ടതാണ് ഈ പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ നീ അപ്രകാരം നയിക്കപ്പെടേണ്ടവനാണ് എന്ന് ഈ ആചാരങ്ങളും പാരമ്പര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പ്രസക്തമായ ഈശോയുടെ പഠനം. മൂന്നാമത്തേത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. അതായത്, ട്രഡീഷൻ ഈസ് ദ ലിവിങ് ഫെയ്ത്ത് ഓഫ് ദി ഡെഡ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ വിശ്വാസം ഇന്നും ജീവിക്കുന്നതാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ, നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത് ഇന്നും ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ. അവരുടെ വിശ്വാസമാണ് നമ്മുടെ പാരമ്പര്യങ്ങളിലൂടെയും നമ്മുടെ ആചാരങ്ങളിലൂടെയും ഇന്നും ജീവിക്കുന്നത്. മറിച്ച് ട്രഡീഷണലിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണലിസം ഈസ് ദ ഡെഡ് ഫെയ്ത്ത് ഓഫ് ദ ലിവിങ്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചുപോയ വിശ്വാസമാണ് ട്രഡീഷണലിസം. ട്രഡീഷണലിസം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആന്തരികമായിട്ടുള്ള വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ബാഹ്യമായിട്ടുള്ള ഈ ആചാരങ്ങൾ, ഈ ട്രഡീഷൻസ് നമ്മളെ സഹായിക്കുന്നില്ല എങ്കിൽ അത് വെറും ട്രഡീഷണലിസം, ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു രീതിയായിട്ട് മാറുന്നു. അങ്ങനെ ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ആ രീതി യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ ട്രഡീഷണലിസം ഈസ് ദി ഡെഡ് ഫെയ്ത്ത് ഓഫ് ദി ലിവിങ്. നമ്മുടെ ജീവിച്ചിരിക്കുന്നവരായ നമ്മളുടെ വിശ്വാസം മരിച്ചുപോയി എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ആന്തരികമായ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കാത്ത, അല്ലെങ്കിൽ ആന്തരികമായ വിശുദ്ധി ലക്ഷ്യം വയ്ക്കാതെ നമ്മൾ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോയുടെ ഇവിടുത്തെ പഠനത്തിൻ്റെ പ്രധാന വിഷയം ഇതൊന്നുമല്ല. ഈശോ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈശോ പറയുന്നത് അശുദ്ധമാക്കുന്നത് എന്താണ്? അശുദ്ധമാക്കൽ, അതാണ് ഈശോയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ വരുന്നത്. അശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫൈൽമെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. എന്താണ് ഒരുവനെ അശുദ്ധമാക്കുന്നത്? അശുദ്ധമാക്കുക അല്ലെങ്കിൽ ഡിഫൈൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? പക്ഷേ ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കൊയിനോയി എന്നാണ്. കൊയിനോയി, അശുദ്ധമാക്കുക എന്നുള്ളതിന്. അതിൻ്റെ അർത്ഥം ഇതാണ്: വിശുദ്ധമായ ഒരു കാര്യത്തെ വളരെ ലാഘവത്തോടെ, വെറും സാധാരണമായ ഒരു കാര്യമായി കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സാധാരണമായ ഒരു കാര്യം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് കൊയിനോയി, അശുദ്ധമാക്കൽ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുക. ആ ഒരു വാക്കാണ് ഈ വിശുദ്ധ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വിശുദ്ധമായ ഒരു കാര്യത്തെ നമ്മൾ അവിശുദ്ധമായിട്ടുള്ള രീതിയിൽ, ലൗകികമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡെസക്രേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ സാക്രിലേജ് എന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണത്. പക്ഷെ അത് ഒരു വിശുദ്ധമായൊരു കാര്യത്തിന് വേണ്ടിയാണ് അത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിന്? ദൈവത്തിന് ആരാധനയർപ്പിക്കുവാനായി, ദൈവജനത്തിന് ഒരുമിച്ച് കൂടേണ്ട സ്ഥലം.
അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും തിരുനാളുകളുടെയൊക്കെ സമയത്ത് ഈ ദേവാലയത്തിൽ കുറേയധികം ലൈറ്റുകളും മ്യൂസിക്കുകളൊക്കെ ഇട്ട് ഒരു ഡിസ്കോത്തേക്ക് മോഡലാക്കിയിട്ട് അതിൻ്റെ മുൻപിൽ കിടന്ന് തുള്ളുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഈ ദേവാലയത്തെ ഞാൻ വെറുമൊരു കെട്ടിടമായിട്ട് കാണുകയാണ്. അതിനെ എന്തിനു വേണ്ടി വിശുദ്ധമായിട്ട് കോൺസെക്രേറ്റ് ചെയ്തിരിക്കുന്നത്, വിശുദ്ധമായിട്ട് അതിവിശുദ്ധമാക്കിയിരിക്കുന്ന ആ ദേവാലയം എന്ന ആ ഒരു സൗധത്തെ ഞാൻ വെറും ഒരു കെട്ടിടമായിട്ട് കാണുകയാണ്. ഞാൻ ഇപ്രകാരമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് ഡിഫൈൽമെൻറ്റ് അല്ലെങ്കിൽ കൊയിനോയി, അശുദ്ധമാക്കൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഡെസക്രേഷൻ, സാക്രിലേജ് എന്നുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മനുഷ്യനെ ഇപ്രകാരം ഡെസക്രേറ്റ് ചെയ്യുന്നത്, അശുദ്ധമാക്കുന്നത് എന്താണ്? അത് ഒരു കാര്യവും പുറത്തു നിന്ന് അവൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടല്ല അത് ചെയ്യുന്നത്, മറിച്ച് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരു മനുഷ്യൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ ഡെസക്രേറ്റ് ചെയ്യുന്നത്, അശുദ്ധമാക്കുന്നത്. അതിനെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. അപ്പോൾ പാപമാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഈ പാപം എന്താണോ ഒരുവനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നത്, അതാണ് അവനെ അശുദ്ധമാക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപം അവനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. അപ്പോൾ പാപം അവനെ അശുദ്ധനാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈശോ പറയുക. ആ പാപം വരുന്നത് പുറത്തു നിന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്നാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നിട്ട് ഈശോ ഒരു 13 ഇപ്രകാരം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ ഡിഫൈൽ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അശുദ്ധനാക്കുന്ന 13 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഈശോ പറയുകയാണ്. ഒന്നാമത്തേത് ദുശ്ചിന്ത. ഓർക്കുക, എല്ലാ ആക്ഷൻസിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉറവിടം ഒരു ചിന്തയാണ്. ഒരു ദുശ്ചിന്തയാണ് അത് വരുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വന്ന് നമ്മുടെ ആക്ഷനിലൂടെ അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ ചിന്ത നല്ലതല്ല എങ്കിൽ അത് നമ്മെ അശുദ്ധമാക്കുന്നു, പാപമാകുന്ന ആക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നു. രണ്ടാമത്തേത് പറയുന്നത് പരസംഗം എന്നാണ്. പരസംഗം എന്നുള്ള മലയാളം തർജ്ജമയ്ക്ക് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിലൂടെ എഴുതിയിരിക്കുന്നത് പോർനെയ്യ എന്ന വാക്കാണ്. പോർനെയ്യ അത് പറയുന്നത് ലാക്ക് ഓഫ് മോഡസ്റ്റി, ഒരു അടക്കമൊതുക്കമില്ലായ്മ. അതിനെയാണ് പോർനെയ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഓർക്കുക, അടക്കമൊതുക്കമില്ലാതെ വസ്ത്രം ധരിക്കുക, അടക്കമൊതുക്കമില്ലാതെ സംസാരിക്കുക, പെരുമാറുക, പ്രവർത്തിക്കുക, ഇതെല്ലാം പോർനെയ്യാണ്. ഓർക്കുക, ഈ പോർനെയ്യ എന്ന വാക്കിൽ നിന്നാണ് പോർണോഗ്രാഫി എന്നുള്ള വാക്കുകളൊക്കെ വരുന്നത്. മൂന്നാമത്തേത് മോഷണം. നമുക്കറിയാം മോഷണം എന്താണെന്ന്. നാലാമത്തേത് കൊലപാതകം. അഞ്ചാമത്തേത് വ്യഭിചാരം. ആറാമത്തേത് ദുരാഗ്രഹം. ഏഴാമത്തേത് ദുഷ്ടത, മാലിസ്. മറ്റൊരാൾക്ക് തിന്മ സംഭവിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വഞ്ചന, ഭോഗാസക്തി, അതായത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുഖങ്ങളോട് തോന്നുന്ന അമിതമായ ആവേശം, മനസ്സിൻ്റെയും ശരീരങ്ങളുടെയും സുഖങ്ങളോട് തോന്നുന്ന അമിതമായ ആസക്തി, ആവേശം എന്നൊക്കെ പറയാം. അസൂയ, ദൂഷണം, ദൈവത്തെയും മനുഷ്യനെയും ദുഷിച്ച് സംസാരിക്കുക. ഇപ്പം ദൈവത്തിൻ്റെ നാമം അത് നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധമായതാണ്. ആ വിശുദ്ധമായതിനെ മറ്റേതൊരു നാമവും എന്ന പോലെ ഉപയോഗിക്കുക. ഈശോ എന്ന് പറയുന്ന നാമം വിശുദ്ധമായൊരു നാമമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ വിശുദ്ധമായിട്ടുള്ള കാര്യത്തിനെ സാധാരണ എന്ന രീതിയിൽ ലഘൂകരിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദൂഷണമായിട്ട് മാറും, അത് ദൈവദൂഷണമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 12ാമത്തേത് അഹങ്കാരം, അമിതമായ അഹംബോധവും മറ്റുള്ളവരോട് ബഹുമാനമില്ലാതെയും ഒക്കെയുള്ള ഒരു മനോഭാവം. 13ാമത്തേത് മൂഢത, ഫൂളിഷ്നെസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ടാണ് അതിൽ നിന്നാണ് ദേവാലയമാകുന്ന നമ്മുടെ ശരീരത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ അത് ഡെസക്രേറ്റ് ചെയ്യുന്നു, അശുദ്ധമാക്കുന്നു എന്നുള്ളത്. അതാണ് നിയന്ത്രിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ നിയന്ത്രണം ഉണ്ടാവേണ്ടതെന്നാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ വാക്കുകളിലൂടെ ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളെ അശുദ്ധമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാനും ഞങ്ങളുടെ ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആന്തരികമായ വിശുദ്ധി പ്രാപിച്ച് അങ്ങയിലേക്കുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തിയുള്ളവരായി തീരുവാനും ഞങ്ങളുടെ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും അനുഷ്ഠിക്കുന്നതിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.